ഏഴാം ക്ലാസ്സിലെ ഇക്കായി തീൻ മൂന്നാമത്തെ യൂണിറ്റായ ജരൂരി ഖുരാക്ക് ബൽറാം അഗർവാൾ. ജരൂരി ഖുരാക്ക് എന്ന ഒരു ഏകാംഗ നാടകമാണ് ഇത്. ബൽറാം അഗർവാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ജരൂരി ഖുരാക്ക് എന്നാൽ അർത്ഥം എന്താണ്? അത്യാവശ്യമായ ഒരു ടീസ്പൂൺ, ഒരു ഡോസ് മരുന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഒരു അനൗൺസ്മെൻറ്റ് നമുക്കിവിടെ കാണുന്നുണ്ട്. प्रिय दर्शकों, कक्षा 7B द्वारा प्रस्तुत कर लिया जा रहा है बलराम अग्रवाल का बाल एकांकी जरूरी खुराक. प्रिय കാണികളെ, കക്ഷ 7B ദ്വാര 7ാം ക്ലാസ് ബി പ്രസ്തുത് കർ രഹാ ഹെ എന്താണ്? പ്രസ്തുത് കർ ലിയ ജാ രഹാ ഹെ എന്താണ്? ഇത് അവതരിപ്പിക്കുന്നു ബൽറാം അഗർവാൾ കാ ബാൽ ഏകാംഗി. ബൽറാം അഗർവാളിൻ്റെ ബാല ഏകാംഗ നാടകം ജരൂരി ഖുരാക്ക്. ജരൂരി ഖുരാക്ക് എന്ന നാടകം ഇതാ ഇവിടെ അരങ്ങേറാൻ പോകുന്നു. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അല്ലേ? ഇവിടെയാണെങ്കിൽ ഒരു നാടകത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. സ്റ്റേജിലാണ്, കർട്ടൻ താഴ്ത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ കുട്ടികളെല്ലാവരും ഒരു നാടകം ഒരുക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ അനൗൺസ്മെൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. പേജ് നമ്പർ 34. ഇനി നമ്മൾ പേജ് നമ്പർ 35ലേക്ക് പോകും. പേജ് നമ്പർ 35 എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലേ? ടി വി കാണുന്നു, അതിനിടയിൽ ഒരു കുട്ടി വന്നതും എന്തൊക്കെയോ ദൃശ്യങ്ങൾ ഇവിടെ കാണുന്നു. രണ്ടുപേരും ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ചിത്ര में क्या क्या हो रहा है, आपको कौन सा कार्यक्रम पसंद है എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ടി വിയിൽ ഇപ്പം എന്താ ചിത്രത്തിൽ നടക്കുന്നത്, നിങ്ങൾക്ക് ടി വിയിൽ ഏത് പ്രോഗ്രാമാണ് ഇഷ്ടം, ഇതാണ് അതിൽ എഴുതിയത്. അപ്പോൾ ഇനി ഒരു നാടകമാണ് നടക്കാൻ പോകുന്നത്. അപ്പം നാടകം നടക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഏത് വേഷമൊക്കെയാണെന്നൊക്കെ ഇതിൽ കാണിക്കണം. അപ്പം കഥാപാത്രങ്ങൾ ലഡ്ക ഏക്, ഒന്നാമത്തെ ആൺകുട്ടി. ഹിന്ദി സമാചാർ പത്ര 1. ഒന്നാമത്തെ ഒരു ന്യൂസ് പേപ്പറായിട്ട് ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടി ആരാണ്? തഥാ അങ്കിത്, അവനാണ് അങ്കിത് എന്ന പേര്. ലഡ്കി 1, ഒരു ലഡ്കിയുണ്ട്. അതോ ഹിന്ദി സമാചാർ പത്ര 2, 2 ഹിന്ദി പത്രം അവിടെ ഉണ്ട്. അപ്പോൾ അതിലെ രണ്ടാമത്തെ ഹിന്ദി പത്രമായി വേഷമിട്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, അവളാണ് തഥാ ശിവാനി, അവളാണ് ശിവാനി. ലഡ്കാദോ, പിന്നെ രണ്ടാമതൊരു ആൺകുട്ടിയുണ്ട്, അംഗ്രേസി സമാചാർ പത്ര, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായിട്ട് വേഷമിട്ടിരിക്കുന്നത് ആ കുട്ടിയാണ്, തഥാ ശുഭം, അവൻ്റെ പേര് ശുഭം. തഥ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇന്ന ആളെന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. അത് യഥാക്രമം അങ്ങനെയൊക്കെ പറയാം. പിന്നെ ലഡ്കി, പിന്നെ ലഡ്കി തീൻ ടെലിവിഷൻ സമാചാർ വാചിക, അവളാണെങ്കിൽ ടെലിവിഷൻ എന്നാണ് ഹിന്ദിയിൽ എഴുതുക. ടെലിവിഷൻ സമാചാർ വാചിക, ന്യൂസ് റീഡർ. ടി വിയിൽ സമാചാർ എന്ന് പറഞ്ഞ ന്യൂസ്, വാചിക എന്ന് പറഞ്ഞാൽ വായിക്കുന്ന. അപ്പം ടെലിവിഷൻ ന്യൂസ് റീഡറാണ് രണ്ടാമത്തെ പെൺകുട്ടി. അങ്ങനെ ഈ 4 പേരാണ് ഇതിൽ കാണുന്നത് അല്ലേ? നോക്കാം ഇനി. പിന്നെ ആരാളുള്ളത്? മമ്മി, പപ്പ. പിന്നെ അതിലെ കഥാപാത്രങ്ങളാണ് മമ്മിയും പപ്പയും. ഇവിടെ എന്താ നടക്കുന്നത് നോക്കാം. घर के ड्राइंग रूम में बैठे अंकित और शिवानी टेलीविजन में कोई कार्यक्रम देख रहे हैं. घर के ड्राइंഗ് റൂമിൽ, വീട്ടിലെ ഓഫീസ് റൂമിൽ അഥവാ ഡ്രോയിങ് റൂമിൽ ഇരുന്നു കൊണ്ട് അങ്കിത് ഓർ ശിവാനി, അങ്കിത്തും ശിവാനിയും ടെലിവിഷൻ മേ, ടി വിയിൽ കോയി കാര്യക്രം ദേഖ് രഹേ, എന്തോ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാഹർ സെ ശുഭം ആത്താ ഹെ, പുറത്തു നിന്നും ശുഭം വരുന്നു. ഓർ മേസ് പർ സെ, എന്നിട്ട് മേശപ്പുറത്ത് നിന്ന് റിമോട്ട് ഉഠാക്കർ, റിമോട്ട് എടുത്തിട്ട് ടെലിവിഷൻ കാ ചാനൽ ബദൽനെ ലഗ്താ ഹെ, ടെലിവിഷൻ്റെ ചാനൽ മാറ്റുന്നു. അങ്കിത് ഓർ ശിവാനി ഉസ് പർ ചില്ല ഉഠ്തേ ഹെ, അങ്കിത്തും ശിവാനിയും അവൻ്റെ നേരെ അലറി വിളിക്കുന്നു, അതായത് ഒച്ച വയ്ക്കുന്നു. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കണ്ടല്ലോ, ആ ദൃശ്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. പേജ് നമ്പർ 36ലേക്ക് പോവാം. അപ്പോൾ നോക്കാം, ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ അങ്കിത് ഓർ ശിവാനി ഏക് സാത്ത് ചീക്തേ ഹെ. അപ്പോൾ ശുഭം വന്ന് റിമോട്ട് എടുത്തപ്പം അങ്കിത്തും ശിവാനിയും കൂടി ഒരുമിച്ച് ശുഭം എന്ന് പറഞ്ഞ 2 പേരും കൂടി അലറി ഉറക്കെ വിളിക്കുന്നു. അപ്പോൾ ശുഭം പറഞ്ഞു, ക്യാ ഹുവ, എന്തു പറ്റി? ശിവാനി പറഞ്ഞു, ഹുവ തേര സിർ,
നിന്റെ തല, അങ്ങനെയൊക്കെ പറയല്ലോ നമ്മൾ, അതുപോലെയുള്ളൊരു സംഭാഷണം. हम दो लोग जब पहले से ही टॉम एंड जेरी देख रहे हैं तो तू चैनल क्यों बदल रहा है? ഞങ്ങൾ രണ്ടുപേരും, ഹം ദോ ലോഗ്, ഞങ്ങൾ രണ്ടുപേരും, ജബ് പെഹലെ സേ ഹി, ആദ്യം തന്നെ ടോം ആൻഡ് ജെറി ദേഖ് രഹേ ഹെ, ഞങ്ങൾ ടോം ആൻഡ് ജെറി കാണുകയാണ്. തോ അപ്പോ തോ ചാനൽ ക്യോ ബദൽ രഹാ ഹെ, നീ എന്തിനാണ് ചാനൽ മാറ്റുന്നത്? ശുഭം പറഞ്ഞു, ഇസ്ലിയേ, അതുകൊണ്ട്. എന്തിനാണെന്നറിയോ? കി, എന്തുകൊണ്ടെന്നാൽ തും ലോകോക്കോ കഭി കഭി, നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ, കഭി കഭി, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ, യേ ഭി ജാൻ ലേന ചാഹിയെ, ഇതും കൂടി നിങ്ങൾ അറിയണം. കി, എന്തെന്നാൽ ബാക്കി ദുനിയാമേ ക്യാ ക്യാ ഹോ രഹേ ഹെ, ലോകത്ത് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് കൂടി നിങ്ങളൊന്ന് അറിയണം. നിങ്ങൾ വെറും ഈ കാർട്ടൂൺ ചാനലിൽ മാത്രം ഇരിക്കാതെ ലോകത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം എന്നാണ് ശുഭം പറഞ്ഞത്. അപ്പം അങ്കിത്, ഉൻ സബ് കെ ലിയേ തൂ തോ ഹേ നാ മേരെ ഭായ്, ഓ അതിനൊക്കെ നീ ഇല്ലേ എൻ്റെ ഏട്ടാ, തൂ അഖ്ബാർ പഠിക്കർ ഹമേ ബത്താ ദിയാ കർ, നീ ആ പത്രം വായിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാ പോരെ, നീ തന്നെ ചെയ്താൽ പോരെ. ഇപ്പൊ ശിവാനി, ഹാ അതെ ശരിയാണ്, और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे, हाँ ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ആ ടോം ആൻഡ് ജെറി ഒന്ന് ആക്കി വെച്ചതാ, യാ അല്ലെങ്കിൽ റിമോട്ട് ഹമേ പകട, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ആ റിമോട്ട് തന്നോ, ഓർ ബാഹർ കാ രാസ്ത നാപ്പ്, എന്നിട്ട് വേഗം പുറത്തേക്ക് പോയിക്കോളും, പോ. ഇങ്ങനെയൊക്കെയാണ് ശിവാനി പറഞ്ഞത്. ശരിക്കും ഈ ബാഹർ കാ രാസ്ത നാപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള വഴി അളക്കുക എന്നാണ്. നാപ്പ് എന്ന് പറഞ്ഞാൽ അളക്കുക, പുറത്തേക്കുള്ള വഴി അളക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള വഴി നോക്ക്, നീ വേഗം പോയിക്കോ, ഞങ്ങൾക്ക് ആ റിമോട്ടിങ് തന്നേക്ക്, അല്ലെങ്കിൽ ആ ടോം ആൻഡ് ജെറി വേഗം വെച്ച് തന്നോ എന്നൊക്കെ ശിവാനി ശുഭത്തിനോട് പറയുന്നു. അപ്പം ശുഭം പറഞ്ഞു, കഭി കഭി ന്യൂസ് യാ ഡിസ്കവറി യാ ദൂസരെ ചാനൽ ഭി ദേഖ്തേ രഹനാ ചാഹിയേ, കഭി കഭി ഇടയ്ക്കൊക്കെ, ചിലപ്പോഴെങ്കിലും ന്യൂസോ യാ ഡിസ്കവറി, അല്ലെങ്കിൽ ഡിസ്കവറി ചാനൽ, യാ ദൂസര ചാനൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനൽ, ബി ദേഖ്തേ രഹനാ ചാഹിയെ, എങ്കിലും കാണേണ്ടിയിരിക്കുന്നു നിങ്ങൾ, കാണണം നിങ്ങൾ. അപ്പം അങ്കിത് പറഞ്ഞു, ദൂസര ചാനൽ മൈ ഫുഡ്, ഓ ദൂസര ചാനലോ, വേറെ ചാനലോ, മൈ ഫുഡ്, അതൊക്കെ പോയി തുലയട്ടെ. ലിഖായി പഠായി സെ थके मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल के अलावा दूसरा कुछ चाहिए ही नहीं. ലിഖായി പഠായി, എഴുത്തും വായനയും, സേ അതുകൊണ്ട്, थके ക്ഷീണിച്ച, മേരെ ദിമാഗ് കോ, എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ തലയ്ക്ക്, ടോം ആൻഡ് ജെറി യാ അല്ലെങ്കിൽ കാർട്ടൂൺ ചാനൽ കെ അലാവ, ടോം ആൻഡ് ജെറിയോ അല്ലെങ്കിൽ കാർട്ടൂൺ ചാനലോ അല്ലാതെ ദൂസര കുച്ച് ചാഹിയേ ഹി നഹീ, മറ്റൊന്നും എനിക്ക് വേണ്ട, എൻ്റെ തലയ്ക്ക് ഇപ്പം അതൊന്നും ആവശ്യമില്ല, എൻ്റെ ബുദ്ധിക്ക് ഇപ്പം അതൊന്നും വേണ്ട, ഞാനിപ്പോൾ എഴുത്തും പഠനമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന സമയമാണ്, എനിക്ക് ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചാനൽ മാത്രം മതി എന്നാണ് അങ്കിത് പറയുന്നത്. അപ്പം ശുഭം, यानी कि तुम्हें उस खुराक की ज़रूरत है जो पापा ने कल मम्मी को पिलाई थी. ഓ അതായത് യാനി, അതായത് കി എന്തെന്നാൽ, തുമേ നിങ്ങൾക്ക്, ഉസ് ഖുരാക്കിക്ക് ജരൂരത്ത് ഹേ, ആ മരുന്നിൻ്റെ ആവശ്യമുണ്ട്, ആ ഡോസിൻ്റെ മരുന്ന് ആവശ്യമുണ്ട്. ഹേ തോ ജോ പാപ്പാനെ കൽ മമ്മി കോ പിലായി ഥി, ഇന്നലെ മമ്മിക്ക് പപ്പ കൊടുത്ത ആ ഖുരാക്ക്, ആ ഡോസ് മരുന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം അല്ലേ എന്ന് ശുഭം പറയുന്നു. പേജ് നമ്പർ 37. അങ്കിത് ഓർ ശിവാനി രണ്ടുപേരും ഒരുമിച്ച്, ആശ്ചര്യസെ ഏക് സാത്ത്, അത്ഭുതത്തോടെ ഒരുമിച്ച്, മമ്മിക്കു ഖുരാക്ക്, മമ്മിക്ക് മരുന്നിൻ്റെ ഡോസോ, എന്ത്? അപ്പം ശുഭം പറഞ്ഞു, ഹാ അതെ മരുന്നിൻ്റെ ഡോസ് തന്നെ. അപ്പം ശിവാനി, ഖുൽക്കർ ബത്താന, തുറന്നു പറ, എന്തായിരുന്നു കാര്യം? ശുഭം പറഞ്ഞു, ഖുൽക്കർ, തുറന്നോ, നേരിട്ട് നിങ്ങൾക്ക് കേൾക്കണോ, ലോ സുനോ, എന്നാൽ കേട്ടോളൂ. അങ്ങനെ അടുത്തത് പിന്നെ ഈ ദൃശ്യമാണ്, അടുത്ത ദൃശ്യത്തെക്കുറിച്ചാണ്. പ്രകാശ് വ്യവസ്ഥക്കെ മാധ്യം സെ ദൃശ്യ ബദൽത്താ ഹെ, അതായത് ഒരു സ്റ്റേജിലൊരു പരിപാടി നടക്കുമ്പോൾ വെളിച്ചം കൊണ്ടാണ് നമ്മൾ ചാനലുകളൊക്കെ, വെളിച്ചത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയൊക്കെ ചാനൽ മാറ്റും, രംഗം മാറ്റും അല്ലേ. അതുപോലെ പ്രകാശ് വ്യവസ്ഥക്കെ മാധ്യം സെ, വെളിച്ചം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് രംഗം മാറ്റുന്നു. സോഫെ പർ ബൈഠി മമ്മി കോയി ടി വി സീരിയൽ ദേഖ്നെ മസ്ത് ഹെ. ഇപ്പം കാണുന്ന ദൃശ്യം എന്താണ്? നേരത്തെ കുട്ടികൾ ടി വി കാണുകയായിരുന്നു, ഇപ്പോൾ സോഫയിൽ ബൈഠി ഇരുന്നു കൊണ്ട് മമ്മി, അമ്മ കോയി ടി വി സീരിയൽ ദേഖ്നെ മസ്ത് ഹെ, ഏതോ ഒരു ടി വി സീരിയൽ കാണുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. ഓർ ഇടയ്ക്കിടെ, ബീച്ച് ഇടയ്ക്കിടെ, ഓർ എന്നിട്ട് ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക്, കഭി
ഗുസ്സേക്ക് ചിലപ്പോൾ ദേഷ്യത്തോടെ, तो कभी പ്രസന്നത കെ ഭാവ് ചിലപ്പോഴൊക്കെ മുഖത്ത് നല്ല സന്തോഷത്തിന്റെ ഭാവം ദിഖാത്തി ഹെ. ഇങ്ങനെ പല പല ഭാവങ്ങളും മുഖത്ത് മിന്നിമറയുന്നുണ്ട്. ജിസ്സെ പത്താ ചൽത്താ ഹെ അതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് എന്താണ് കി എന്തെന്നാൽ വോ സീരിയൽ കോ വിഭോർ ഹോക്കർ ദേഖ് രഹി ഹെ അവർ സീരിയലിനെ വിഭോർ ഹോക്കർ മുഴുകിയിരിക്കുകയാണ്, സീരിയൽ മുഴുകിയിരിക്കുകയാണ് അവർ എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സാരാ ദൃശ്യ മൗൻ പൂർവക് ചൽ രഹാ ഹെ ഈ ദൃശ്യത്തിൽ സംസാരമോ സംഭാഷണമോ ഒന്നുമില്ല. ഇത് വളരെ നിശബ്ദമായി കൊണ്ടുള്ള ഒരു ദൃശ്യമാണ്. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു സീരിയലിൽ അമ്മ മുഴുകിയിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ന്യൂസ് പേപ്പറിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹിന്ദി സമാചാർ പത്ര ഏക് കെ രൂപമേ ലഡ്ക ഏക്. അപ്പോൾ ഒന്നാമത്തെ ഹിന്ദി പത്രമായിക്കൊണ്ട് ആരാണ് വന്നതെന്നൊക്കെ നമ്മൾ ഒന്നാമത്തെ ദൃശ്യത്തിൽ നമ്മൾ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ആൺകുട്ടി വരുന്നു, ബോൽത്താ ഹുവ സംസാരിച്ചുകൊണ്ട്, അതായത് ഒരു ന്യൂസ് പേപ്പറാണ് നമ്മൾക്ക് കാണികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സംസാരിക്കണം, അതിലെ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ. ബോൽത്താ ഹുവ പറഞ്ഞുകൊണ്ട്, അതിലെ ന്യൂസ് പറഞ്ഞുകൊണ്ട്, മഞ്ച് പർ സ്റ്റേജിൽ ഏക് ഓർ സെ ദൂസരി ഓർ ഗുജർ ആത്താ ഹെ ഗുജർ ജാത്താ ഹെ ഒരാൺകുട്ടി ഈ സ്റ്റേജിൻ്റെ ഈ വശത്ത് നിന്നും ആ ഭാഗത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, അതായത് അതിലെ ന്യൂസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അവിടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ന്യൂസ് പേപ്പർ ആയിക്കൊണ്ട് തന്നെ ആ കുട്ടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ലഡ്ക പറയുന്നത് ഇതാണ്, ലഡ്ക ഏക്. ജപ്പാൻ മേ ജബർദസ്ത് ഭൂകമ്പ് ഹസാരോ ലോഗോ കി മൗത്ത് കരോടോ കി സമ്പത്തി കാ നുക്സാൻ. ജപ്പാനിൽ അതിതീവ്രമായ അതിശക്തമായ ഭൂകമ്പം, ഹസാരോ ലോഗോ കി മൗത്ത് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു, കരോടോ കി സമ്പത്തി കാ നുക്സാൻ കോടിക്കണക്കിന് സമ്പത്ത് നഷ്ടമായിരിക്കുന്നു. ഒരു പത്രത്തിലെ ഹെഡിങ് ആണ് അവിടെ ആ ആൺകുട്ടി ആ പത്രത്തിലെ ഹെഡിങ് ആണ് വായിച്ചത്. അംഗ്രേസി സമാചാർ പത്രക്കെ രൂപമേ ലഡ്ക ദോ. അപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിക്കൊണ്ട് മറ്റൊരാൺകുട്ടി, അത് അങ്കിത്തും പിന്നെ ആരാണ് ശുഭവുമാണെന്ന് നമ്മൾ നേരത്തെ വായിച്ചതാണ് അല്ലേ. അപ്പോൾ ഇപ്പം ശുഭമായിരിക്കും വരുന്നത്. അപ്പോൾ വന്നുകൊണ്ട് അംഗ്രേസി സമാചാർ പത്രക്കെ രൂപമേ ലഡ്ക ദോ ബോൽത്താ ഹുവ മഞ്ച് പർ ദൂസരി ഓർ സെ പെഹലി ഓർ കോ ഗുസർ ജാത്താ ഹെ. മറ്റേതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആൺകുട്ടി, അതായത് അശുഭം ആൺകുട്ടി വരുന്നുണ്ട്, അംഗ്രേസി സമാചാർ ആയിക്കൊണ്ട് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ബോൽത്താ ഹുവ സംസാരിച്ചുകൊണ്ട് സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നടക്കുന്നു. ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അംഗ്രേസി സമാചാർ പത്രമേ ലഡ്ക ദോ അല്ലേ, ലഡ്ക ദോ പറയാണ്. Massive earthquake hit Japan. About 400 people are dead and 500 missing. Heavy loss of national property. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ തലക്കെട്ട് ഹെഡിങ് ഇതാണ്, മാസീവ് എർത്ത് ഹിറ്റ് ജപ്പാൻ. ജപ്പാനെ പിടിച്ച് കുലുക്കിയിരിക്കുന്നു അതിഭീകരമായ ഭൂകമ്പം. എബൌട്ട് 400 പീപ്പിൾ ആർ ഡെഡ്. ഏകദേശം 400-ത്തിലധികം ആളുകൾ മരണമടഞ്ഞിരിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ 500 മിസ്സിംഗ് 500ഓളം ആളുകളെ കാണുന്നില്ല. ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി കനത്ത നാശനഷ്ടങ്ങൾ സമ്പത്തിന് സംഭവിച്ചിരിക്കുന്നു. നാഷണൽ പ്രോപ്പർട്ടിക്ക് കനത്ത നഷ്ടം നേരിട്ടിരിക്കുന്നു എന്നൊക്കെ ഈ ന്യൂസ് പേപ്പറിലും ഹെഡിങ് ഉണ്ട്. അതുപോലെ ഹിന്ദി സമാചാർ പത്ര ദോ കെ രൂപമേ ലഡ്കി. മറ്റൊരു പെൺകുട്ടി ഹിന്ദി സമാചാർ രണ്ടാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ബോൽത്തി ഹുയി മഞ്ച് കെ നിച്ചലെ സിറെ സെ ഉപ്പരി സിറെ കി ഓർ ഗുജർ ജാത്തി ഹെ. മഞ്ചിൻ്റെ സ്റ്റേജിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് നടന്നുകൊണ്ട് വരുന്നുണ്ട്. അതായത് ബോൽത്തി ഹുയി പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട്, മഞ്ചിക്കെ നിച്ചിലെ സിറേസെ മഞ്ചിൻ്റെ സ്റ്റേജിൻ്റെ താഴെ ഭാഗത്തു നിന്ന്, ഊപ്പരി സിറക്കി ഓർ മുകൾ ഭാഗത്തേക്ക്, ഗുജർ ജാത്തി ഹെ നടന്നുകൊണ്ട് വരുന്നു. അപ്പം ലഡ്കി പറയാണ് ആ പെൺകുട്ടി, അതായത് ആ ന്യൂസ് ഇങ്ങനെയാണുള്ളത്. ആജ് സുബഹ് ലഗ്ഭഗ് 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. ആജ് സുബഹ് ഇന്ന് രാവിലെ ലഗ്ഭഗ് ഏകദേശം
5 बजे 5 മണിക്ക് ജപ്പാൻ കാ ടോക്കിയോ ഷഹർ, ജപ്പാനിലെ ടോക്കിയോ നഗരം ജബർദസ്ത് ഭൂകമ്പ് കെ കാരൺ, അതിതീവ്രമായ ഭൂകമ്പം കാരണം തബാഹ് ഹോ ഗയാ ഹെ, അമർന്നു പോയിരിക്കുന്നു. കിത്നി ഹി ഇമാരത്തെ, എത്രയോ ബിൽഡിങ്ങുകൾ ജമീൻ മേ ധസ് ഗയി ഹെ, ഭൂമിക്കടിയിൽ പെട്ടുപോയിരിക്കുന്നു. ഹസാറോ ലോഗ് മൽബെ കെ നീച്ചെ ദബേ പടേ ഹെ, ആയിരക്കണക്കിന് ആളുകൾ ബിൽഡിംഗ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ ഈ 3 ന്യൂസ് പേപ്പറും അവിടെ ഇട്ടിട്ടുണ്ട്. അതായത് 3 കുട്ടികൾ അഭിനയിച്ചു കൊണ്ടുവരികയാണെങ്കിലും ആ വീട്ടിൽ 3 ന്യൂസ് പേപ്പർ ഉണ്ടോ എന്ന് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും. ഇസി ബീച്ച്, ഇതിനിടയിൽ പാപ്പാക്ക മഞ്ച് പർ പ്രവേശ്, അതിനിടയിൽ അച്ഛൻ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു അല്ലേ. ഇസി ബീച്ച് പാപ്പാക്ക മഞ്ച് പർ പ്രവേശ്. കോനെ മേ രഖേ ടെലിവിഷൻ കെ സാമനെ രഖി മേസ് പർ സെ, ആ കോർണറിൽ വെച്ചിട്ടുള്ള ടെലിവിഷൻ കെ സാമനെ, ടെലിവിഷൻ്റെ അടുത്ത് രഖി വെച്ചിട്ടുള്ള മേസ് പർ, മേശപ്പുറത്ത് നിന്ന്, മേസ് പർ സെ മേശപ്പുറത്ത് നിന്ന് റിമോട്ട് ഉഠാക്കർ, റിമോട്ട് എടുത്തിട്ട് ചാനൽ ബദൽനെ ലഗ്തേ ഹെ, ചാനൽ മാറ്റാൻ ശ്രമിക്കുന്നു. ആര്? അച്ഛൻ, പപ്പ. അപ്പോൾ മമ്മി ഹക്ക് ബക്കാക്കർ ഗുസ്സേമേ, ദേഷ്യത്തിൽ കിതച്ചുകൊണ്ട്, അരേ അരേ ഈ ക്യാ കർ രഹേ ഹേ, അരേ അരേ എന്താ നിങ്ങൾ ചെയ്യുന്നത്, ഈ ക്യാ കർ രഹേ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? പപ്പ പറഞ്ഞു, ന്യൂസ് ചാനൽ പർ ലഗാ രഹാ ഹൂം, ഞാൻ ന്യൂസ് ചാനൽ ഇടാൻ പോവുകയാണ്. മമ്മി, ഹേ ഭഗവാൻ, മനോരഞ്ജൻ ചാനലോ സെ ഇത്തിനി ചിട് ക്യോ ഹേ ആപ്കോ, എൻ്റെ ഭഗവാൻ എന്തൊരു കഷ്ടമാണിത്. മനോരഞ്ജൻ ചാനലോസ്, ഈ വിനോദമായിട്ടുള്ള ചാനലുകളിലോടൊക്കെ ഇത്തിനി ചിട്, നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം? ക്യോ ഹേ ആപ്കോ, നിങ്ങൾക്ക് എന്താ ഈ നല്ല രസമുള്ള ചാനലൊന്നും കാണാൻ ഇഷ്ടമില്ലാത്തത്? പപ്പ റിമോട്ട് സെ ചാനൽ ബദൽത്തെ ഹുയെ, റിമോട്ട് കൊണ്ട് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പറയുകയാണ്, നിഠല്ല നക്കാര ഓർ ബുദ്ധിഹീൻ ബനാ ഡാൽനെ വാലെ ചാനലോ കോ മനോരഞ്ജൻ ചാനൽ സമജ്ന പതാ നഹി കബ് ഛോഡോഗി തും. ഹോ, ഈ നിഠല്ല, ഒരു ഉപകാരവുമില്ലാത്ത, ഈ ബുദ്ധിഹീൻ, ബുദ്ധിയെ ഇല്ലാതാക്കുന്ന ബനാ ഡാൽനെ വാല ചാനലൊക്കെ, ഇങ്ങനത്തെ ചാനലുകളെയൊക്കെ മനോരഞ്ജൻ ചാനൽ, ഇതൊക്കെ വിനോദ ചാനൽ, സമജ്ന, ഇതൊക്കെയാണ് ചാനൽ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എപ്പോഴാണ് നീ ഈ ചിന്തകളൊക്കെ പതാനെ കപ്ചോടോഗെത്തും, എപ്പോഴാണ് നീ ഇതൊക്കെ ഉപേക്ഷിക്കുക? ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ, ഇതൊക്കെയാണ് വിനോദത്തിനുള്ള ചാനൽ എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഈ സീരിയലുകളൊക്കെയാണെന്ന് വിചാരിക്കുന്നത്. എപ്പോഴാണ് ഈ ചിന്തയൊക്കെ നീ നിന്ന് നിർത്തുക? അപ്പം മമ്മി പറഞ്ഞു, 51 पर लगाओ, 51 അത് മാറ്റിയിട്ട് 51 ഇട്ടോളൂ. ന്യൂസ് ചാനൽ 50 के बाद ही है സാരെ, എല്ലാ ന്യൂസ് ചാനലും 50 ശേഷമാണ്. അതിൽ തന്നെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ നമ്മൾ എപ്പോഴും കാണുന്ന ചാനലുകളാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാവാം 51 ശേഷമൊക്കെയാണ് ഈ ന്യൂസ് ചാനലിന് അത്ര പ്രാധാന്യമേ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെന്റൻസ് അവിടെ കൊടുത്തത്. ന്യൂസ് ചാനൽ 50 के बाद ही है, 50 ശേഷമാണ് എല്ലാ ന്യൂസ് ചാനലും വെച്ചിട്ടുള്ളത്. നാഷ് കർദിയ സാരെ സീരിയൽ കാ, ഓ എൻ്റെ എല്ലാ സീരിയലും നശിപ്പിച്ചു. ഇതൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മി. പപ്പ ചാനൽ മാറ്റുമ്പോൾ പപ്പ ന്യൂസ് ചാനൽ പർ പहुंच जाते हैं, അങ്ങനെ മാറ്റി മാറ്റി അച്ഛൻ ന്യൂസ് ചാനലിനടുത്ത് എത്തുന്നു. ന്യൂസ് ചാനലെത്തിയപ്പോൾ കേൾക്കുന്നത് ഇതാണ്. സമാചാർ വാചിക, ന്യൂസ് റീഡർ, അതായത് ടി വിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई है और टावर्स टूट गए हैं. ടോക്കിയോ നഗരത്തിലാകെ വൈദ്യുതി വിതരണം ഠപ്പടുകയും നിലച്ചിരിക്കുന്നു. ഓർ അതുപോലെ ടവേഴ്സ് ടൂട്ട് ഗേ, എല്ലാ ടവേഴ്സും പൊട്ടി തകർന്നു പോയിരിക്കുന്നു. ജിസ്കെ കാരൺ, അക്കാരണത്താൽ ഷഹർ കാ സമ്പർക്ക്, ആ ഷഹറുമായിട്ടുള്ള സിറ്റിയുമായിട്ടുള്ള ബന്ധം ബാക്കി ജഗഹോസെ, മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഖത്തം ഹോ ഗയാ ഹെ, മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒന്നും സിറ്റിയിലേക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഈസ് ഭൂകമ്പ് കി തീവ്രത, ഈ ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ പൈമാനെ പർ, റിക്ടർ സ്കെയിലിൽ എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 7.1 മാപ്പി ഗൈ ഹെ, അതാണ് അളന്നിരിക്കുന്നത്. 7.1 റിക്ടർ സ്കെയിലിൽ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാൻ മേ പിച്ഛലെ മാഹ് ഭി ഭൂകമ്പ് ആയാ ഥാ, ജപ്പാനിൽ കഴിഞ്ഞ മാസവും ഇതുപോലെ ഭൂകമ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ ന്യൂസ് റീഡർ ഇങ്ങനെ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസ് ചാനലിൽ എത്തുമ്പോൾ ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ പാപ്പ മമ്മീസെ, അച്ഛൻ മമ്മിയോട്, സുൻ രഹി ഹോ, നീ കേൾക്കുന്നുണ്ടോ വല്ലതും? നീ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ?
അപ്പോൾ ടി വി തുറന്നപ്പോൾ ഈ വാർത്തയാണ് കേൾക്കുന്നത്. ടി വിയിൽ ചാനൽ മാറ്റിയപ്പോൾ അപ്പം മമ്മി ചോദിക്കുകയാണ്, ഈ കബ് ഹുവ, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? അപ്പം പപ്പ പറയാണ്, ഘർമേ തീൻ തീൻ അഖ്ബാർ ആത്തെ ഹെ, ദോ ഹിന്ദി കെ ഓർ എക് അംഗ്രേസി കാ. വീട്ടിലെ തീൻ തീൻ അഖ്ബാർ ആത്തെ ഹെ, മൂന്ന് ന്യൂസ് പേപ്പർ ഇവിടെ വരുന്നുണ്ട്. ദോ ഹിന്ദി കെ, 2 ഹിന്ദിയും ഓർ എക് അംഗ്രേസി കാ, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും. तीनों चीख चीख कर सुबह से ये समाचार सुना रहे हैं, लेकिन आप है कि तीनों 3 പത്രവും ചീക്ക് ചീക്ക് കർ, അലറി വിളിച്ചുകൊണ്ട്, സുബഹസെ രാവിലെ മുതൽ, ഈ സമാചാർ, ഈ വാർത്തകൾ സുനാരഹേഹോ, ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ലേക്കിൻ ആപ്പ് ഹേ കി, പക്ഷെ നീയോ എന്ന് അച്ഛൻ പറയുകയാണ്. അതായത് ഈ 3 ന്യൂസ് പേപ്പർ ഇങ്ങനെ പുറത്ത് തുറന്ന് വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ വിളിച്ചു പറയുന്നു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മമ്മി ചോദിക്കുക, ചീക്ക് ചീക്ക് കർ സുനാ രഹേ ഹോ, മുझे तो एक शब्द भी सुनाई नहीं दिया. ചീക്ക് ചീക്ക് കർ സുനാ രഹേ, ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരുന്ന പത്രം. മുझे तो एक शब्द भी सुनाई नहीं दिया, എനിക്കൊരു വാക്ക് പോലും കേട്ടില്ലല്ലോ. അപ്പോൾ പപ്പ, सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती रमा जी. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? സുബഹ്സെ രാവിലെ മുതൽ, ഷാം തക്ക് വൈകുന്നേരം വരെ, മനോരഞ്ജൻ മേ ഡൂബെ രഹനെ വാലെ, ഈ വിനോദത്തിൽ മാത്രം ഒഴുകിയിരിക്കുന്നവർക്ക്, വാലെ ലോകോക്കോ, അതായത് ഒഴുകിയിരിക്കുന്ന ആളുകൾക്ക്, ദർദ് മേ ഡൂബെ ലോകോക്കി, വേദനയിൽ മുഴുകിയ ആളുകളുടെ ചീക്കെ സുനായി നെഹി ദേത്തി രമാജി, അവരുടെ പറച്ചിൽ, അവരുടെ വിളിയും കരച്ചിലും ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല രമ, അതുകൊണ്ടാണ്. അപ്പോൾ മമ്മി പറഞ്ഞു, കേസി ബാത്തേ കർത്തേ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോൾ പപ്പ പറയാണ്, ഠീക്ക് കഹ രഹാ ഹൂം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഹാത്ത് സെ ഇഷാര കർക്കെ, വിരൽ ചൂണ്ടിയിട്ട്. ഇത്തനെ മോട്ടെ മോട്ടെ അക്ഷരമേ ഹെഡ് ന്യൂസ് ഛപ്പി ഹേ, ഇത്ര വലിയ വലിയ അക്ഷരത്തിൽ ഹെഡ് ന്യൂസ് ഇങ്ങനെ വന്നത് കണ്ടില്ലേ? അച്ചടിച്ച് വന്നത് നീ കണ്ടോ? സഭി അഖബാറും, എല്ലാ ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ട്. ആഖുഠാക്കർ കഭി ദേഖ്തി ഹോ അഖബാർ കി ഓർ, കണ്ണുയർത്തി ഒന്ന് നോക്കാറുണ്ടോ പത്രത്തിന് നേരെ? അപ്പോൾ മമ്മി, ഘർ കെ കാംകാജ് സെ ഫുർസത്ത് മിലെ തഭി തോ കോയി അഖബാർ ദേഖേ പടേ. മമ്മി പറയാണ്, ഘർ കെ കാംകാജ് സെ ഫുർസത്ത് മിലെ തഭി തോ കോയി അഖബാർ ദേഖേ പടേ. വീട്ടിലെ ജോലി തിരക്കിനിടയിൽ നിന്ന് ആർക്കാണ് ഇതിനൊക്കെ ഒഴിവ്? ന്യൂസ് പേപ്പറും ഇതൊക്കെ വായിക്കാൻ. അപ്പോൾ പപ്പ പറയാൻ, ടീക്ക് ആത്തിയോ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഉൾട്ടി സീതെ സീരിയൽ തോ തും ജൈസെ ഘർക്കെ കാം കർത്തെ കർത്തെ ദേഖ്തി രഹത്തി ഹോ. തലതിരിഞ്ഞ ഈ സീരിയലുകളൊക്കെ നിന്നെ പോലുള്ള ആളുകൾ ഈ വീട്ടിലെ ജോലി തിരക്കിനിടയിലും കാണുന്നുണ്ടല്ലോ. അപ്പം മമ്മി പറഞ്ഞു, ബസ് മതി, കാം കാജ് മേ ചാഹെ ജിത്ന ഘട്ടെ, മനോരഞ്ജൻ കെ ആസ്പാസ് നെ ഫട്ടക് ചായ ഘർ കി ഔരത്ത്. മതി ഒന്ന് നിർത്തൂ. കാംകാജ് മേ ചാഹെ ജിത്ന ഘട്ടെ, ജോലി തിരക്കിൽ ഞങ്ങൾ എത്രയും മുഴുകിക്കോട്ടെ അല്ലേ, മനോരഞ്ജൻ കി ആസ്പാസ്, വിനോദത്തിൻ്റെ ചുറ്റുഭാഗത്ത് പോലും നെ ഫട്ടക് ചായ ഘർ കി ഔരത്ത്, അതിൻ്റെ അടുത്ത് പോലും ഞങ്ങൾ സ്ത്രീകൾ വന്നുകൂടാ അല്ലേ, ഞങ്ങൾക്ക് വിനോദമൊന്നും വേണ്ടേ? അപ്പോൾ പപ്പ പറഞ്ഞു, രമ തും മേരി ബാത് കോ ഗലത് സമझ रही हो, നീ എൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ പറഞ്ഞ വാക്കുകളെ. മേരെ കഹനെ കാ മത്ലബ് ഹേ കി, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, എന്തെന്നാൽ നെത്തോ ഘർ കെ കാംകാജ് മേ ഓർ നഹി അപ്നെ മനോരഞ്ജൻ മേ, ഇനി വീട്ടിലെ ജോലി തിരക്കിലായാലും അതുപോലെ തങ്ങളുടെ വിനോദത്തിലായാലും, ഹമേ ഇസ് കദർ ഡൂബ് ജാനാ ചാഹിയേ കി ഹം അപ്നെ ആസ്പാസ് കെ ലോഗോं के दुख दर्द देख रहे नहीं न पाए. നമ്മൾ എന്ത് ജോലി തിരക്കാണെങ്കിലും ഏത് വിനോദത്തിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ മുഴുകാൻ പാടില്ല. എങ്ങനെ? നമ്മുടെ ഭാഗത്തുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ദർദ്, വേദനകളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ കാണണം. അത് കാണാതെ നമ്മൾ ഒരിക്കലും വിനോദത്തിലും മറ്റുമൊന്നും ഒഴുകിക്കൂടാ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എൻ്റെ വാക്കുകളെ നീ തെറ്റായി മനസ്സിലാക്കരുത് രമ എന്നാണ് പപ്പ പറഞ്ഞത്. അപ്പം മമ്മി പറഞ്ഞു, ഐ ആം റിയലി സോറി, എനിക്ക് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, ജപ്പാൻ മേ ആജ് സുബ സൈക്കടോ ലോക മൗത്ത് കെ മോഹ്മേ സബാഗെ. നോക്കൂ, ജപ്പാനിൽ ഇന്ന് രാവിലെ സൈക്കടോ ലോക, ആയിരക്കണക്കിന് ആളുകൾ മൗത്ത് കെ മോഹമേ, മരണത്തിന് വായിൽ സമാഗയെ അകപ്പെട്ടിരിക്കുന്നു. സൈക്കടോ ലോക ലാപത്താഹെ, ആയിരക്കണക്കിന് ആളുകളെ കാണുവാനില്ല.
ജാൻ ഓർ ബാൽ ദോനോ കാ നുക്സാൻ ഹുവാ ഹൈ. ജാനും മാലും, ജീവനും ധനവും, ദോനോക്ക രണ്ടും നഷ്ടമായിരിക്കുന്നു. മാനാക്കി ജപ്പാൻ ഏക്ക് ദൂസര ദേശീയ. ശരിയാണ്, ജപ്പാൻ വേറൊരു രാജ്യമാണ്. ലേക്കിൻ വേ തോ സബ് മനുഷ്യ ഹി ഹൈ. അവരെല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. അപ്പം മമ്മി ठीक कहते हो, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മുझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. ഞാൻ ഒരിക്കലും എൻ്റെ വിനോദത്തിൽ മാത്രം മുഴുകാൻ പാടില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ പപ്പ പറഞ്ഞു, സിർഫ് തുമേ നെഹി, നിന്നെ മാത്രമല്ല, ദർശകോ കി ഓർ ഇഷാര കർക്കെ, നീ മാത്രമല്ല, എല്ലാവരെയും ചൂണ്ടിയിട്ട്, ഹം സഭിക്കും, നമ്മളെല്ലാവരും തന്നെ എന്ത് ചെയ്യണം, ആരും വിനോദത്തിലോ ജോലി തിരക്കിലോ മുഴുകാൻ പാടില്ല. നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതോടുകൂടി ദൃശ്യ സമാപ്ത്, കർട്ടൻ താഴുന്നു. ഇതാണ് ആ നാടകം. അപ്പോൾ ഇതോടുകൂടി ആ നാടകം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാർട്ടൂൺ ചാനലുകളും ടി വി, സിനിമ, സീരിയൽ ഇങ്ങനെ ഓരോന്ന് ടി വിയിലിട്ട് കാണുമ്പോൾ ഇടയ്ക്കൊക്കെ ന്യൂസ് ചാനലും ഡിസ്കവറി ചാനലും മറ്റ് നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്ന കുറേ ചാനലുകളൊക്കെ, വിജ്ഞാനപ്രദമായ ചാനലുകളും കൂടി നമ്മൾ കാണണം. പത്രം വായിക്കണം. അതായത് ലോക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകണമെന്നാണ് ഇതിൽ നിന്ന് ഉള്ള മെസ്സേജ് അല്ലേ. ഇനി താഴെ എന്താണ്, ഹിന്ദി ദിവസ് की आप सभी का हार्दिक शुभकामनाएं. 14 सितंबर हिंदी दिवस, സെപ്റ്റംബർ 14 ഹിന്ദി ദിവസം. ഹിന്ദി ദിവസത്തിന് എല്ലാവർക്കും ശുഭകാമനായ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ പാഠം അവസാനിക്കുന്നു.